ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ക്യുക്ക് ടി വി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും 599 രൂപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാഷ് എങ്ങനെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഈ ക്യാഷ് എങ്ങനെ നമുക്ക് റീഫണ്ട് ചെയ്തെടുക്കാമെന്നാണ്. ക്യുക്ക് ടി വി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീഫണ്ട് വരുന്ന ഓപ്ഷനിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക മോഹൻലാൽ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരിക്കും. അധിക പേരും ഈ ഒരു ക്യുക്ക് ടി വി എന്ന് കാണിക്കും എന്ന് കരുതിയിട്ടായിരിക്കും നമ്മൾ ഓട്ടോ പേയ്മെൻറ്റിനകത്ത് പോകുന്നത്. അതിനകത്ത് നമുക്ക് ഈ ഒരു ക്യുക്ക് ടി വിയുടെ പേര് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. മുന്നേ നമ്മൾ കുക്കു എഫ് എമ്മിൻ്റെയും അതുപോലെ തന്നെ കുക്കു ടി വിയുടെതൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് റീഫണ്ട് ചെയ്യുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് ഈ ഒരു ഓട്ടോ പേ നമുക്ക് ഓഫ് ചെയ്ത് വെക്കുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന പേയ്മെൻറ്റ് ആപ്ലിക്കേഷനുകൾ എങ്ങനെയാണ് ഓട്ടോ പേ ക്യാൻസൽ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചാനൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഈ ആപ്ലിക്കേഷനകത്ത് എങ്ങനെയാണ് നമുക്ക് ഓഫ് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഏത് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ടാണോ നമ്മൾ ഇതിനകത്ത് പേയ്മെൻറ്റ് ചെയ്തത് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഫോൺ പേ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ പേയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ട് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ QR കോഡ് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് മാനേജ് പേയ്മെൻറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈഡിലായിക്കൊണ്ട് തന്നെ നമുക്ക് ഓട്ടോ പേ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഓട്ടോ പേ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മോഹൻലാൽ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ഇതെന്താണെന്ന് പോലും അറിയാത്തൊരവസ്ഥ വരാറുണ്ട്. മോഹൻലാൽ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കാണുമ്പോൾ വേറെ എന്തെങ്കിലും കമ്പനിയുടേതാണെന്ന് കരുതും. ഇതുപോലെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കൊണ്ട് നമുക്ക് ഡിലീറ്റ് ഓട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. താഴെ ആയിക്കൊണ്ട് ഈ ഒരു ഡിലീറ്റ് ഓട്ടോ പേ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൺഫേം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ UPI പിൻ അടിക്കാനുള്ള ഓപ്ഷനാണ് വരിക. നമ്മുടെ ഫോൺ പേയുടെ UPI നമ്മൾ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ക്യാൻസൽ ആവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ക്യുക്ക് ടി വിയുടെ സബ്സ്ക്രിപ്ഷൻ നമ്മളിവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ ക്യുക്ക് ടി വി തന്നെയാണ് ഈ മോഹൻലാൽ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ ക്യാഷ് പോകുന്നതിന് മുന്നേ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ 599 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടു പോകില്ല. പിന്നീട് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങളെ പ്ലേ സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സംഭവത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ക്യുക്ക് ടി വിയുടെ ആപ്ലിക്കേഷൻ വല്ലതും ഉണ്ട് എങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ക്യുക്ക് ടി വി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മോഹൻലാൽ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ക്യുക്ക് ടി വിയുടെ ട്രയൽ എടുത്ത് നമ്മൾ ഓർമ്മയില്ലാതെ നമുക്ക് 599 രൂപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാഷ് എങ്ങനെയാണ് നമുക്ക് റീഫണ്ട് ചെയ്തെടുക്കാമെന്നാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ പ്ലേ സ്റ്റോറിൽ നിന്നും ക്യുക്ക് ടി വിയുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് ക്യുക്ക് ടി വി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് റൈറ്റ് സൈഡിലായിക്കൊണ്ട് നമ്മുടെ പ്രൊഫൈൽ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമുക്ക് സെൻഡ് എ മെസ്സേജ് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് എന്നതിലാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ വരും. ഇവിടെ നമുക്ക് റീഫണ്ട് റിലേറ്റഡ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും റീപ്ലൈ വരുന്നത്. ഈ ഒരു മെത്തേഡിലൂടെയും നമുക്ക് ക്യാഷ് തിരിച്ച് കിട്ടുന്നതാണ്. ഇത് കൂടാതെ മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്, അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ബാക്കിലേക്ക് വരാം. നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ക്യുക്ക് ടി വി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇവിടെ നമ്മൾ ക്യുക്ക് ടി വി സെർച്ച് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ആപ്പ് സപ്പോർട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ആപ്പ് സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ആപ്പ് സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് അവരുടെ Gmail ID കാണാൻ വേണ്ടി സാധിക്കും. താഴെ ആയിക്കൊണ്ട് അവരുടെ കോൺടാക്ട് നമ്പറും കാണാൻ വേണ്ടി സാധിക്കും. Gmail IDയിലൂടെ നമുക്ക് ഡയറക്റ്റ് നമുക്കൊരു മെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി കോൺടാക്ട് നമ്പറിലൂടെ നമുക്ക് വാട്സപ്പിലൂടെയും ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡയറക്റ്റ് നമുക്ക് കോൾ ചെയ്തുകൊണ്ട് നമുക്ക് റീഫണ്ടിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്തിട്ടോ നമുക്ക് റീഫണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത് എങ്കിൽ നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് കൊടുക്കും എന്നൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി എങ്ങനെയാണ് മെയിലിലൂടെ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കുമെന്ന് നോക്കാം. അവരുടെ ഇമെയിൽ ID നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. ഈ കാണുന്ന സംഭവം നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ Gmail നമ്മൾ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ Gmail ID ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ ഒരു മെയിൽ അയക്കാനുള്ള ഈ ഒരു കമ്പോസ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം അവരുടെ ആ ഒരു മെയിൽ ID നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് 2 എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സബ്ജക്റ്റ് എന്നതിൽ നമ്മൾ റീഫണ്ട് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ നമ്പർ, അതായത് ഈ ക്വിക്ക് ടിവിയിൽ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു നമ്പർ കൂടെ മെൻഷൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ക്വിക്ക് TV അക്കൗണ്ട് യുവർ ആപ്ലിക്കേഷൻ ഡെബിറ്റ് 599 rupees ഫ്രം മൈ ബാങ്ക് അക്കൗണ്ട്, പ്ലീസ് റീഫണ്ട് മൈ മണി. ഇതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഒരു ക്യാഷിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് കൂടെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മുകളിൽ ഈ ഒരു സംഭവത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മെയിൽ നമ്മൾ സെൻഡ് ചെയ്യുക. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റീപ്ലൈ നമുക്ക് കിട്ടുന്നതാണ്. കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം പറയണം, ഞങ്ങൾക്ക് ക്യാഷ് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കൺസ്യൂമർ കോർട്ടിനകത്ത് കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ കിട്ടില്ല എന്നൊക്കെ ആദ്യം പറയും. അപ്പോൾ നിങ്ങൾ അതിന് തരത്തിൽ വേണം നിങ്ങൾ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ ഒരു 599 എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ക്യാഷ് കിട്ടിയവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.